കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം മാർച്ചിൽ തുടങ്ങും. ടെൻഡർ പൂർത്തിയായി. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുന്ന പദ്ധതി. വിശദമായി നോക്കാം. വണ്ടിപ്പെരിയാറിൽ പോക്സോ കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി. പ്രതിയെ കോടതി വെറുതെ വിട്ടു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി. പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് പ്രത്യേക കോടതി ജഡ്ജി വി മഞ്ജുവിന്റെ ഉത്തരവിൽ പറയുന്നത്. കൊലപാതകത്തിന് മുൻപ് കുട്ടി പീഡനത്തിനിരയായെന്ന വാദം കോടതി ശരിവെച്ചെങ്കിലും പ്രതിക്കെതിരെ ഇത് തെളിയിക്കാനായില്ല. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലേലത്തിലാണ് സംഭവം നടന്നത്. വിധി പ്രസ്താവനത്തിന് പിന്നാലെ കോടതിയിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ്. കോടതി വിധിക്കെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ വൈകാരിക പ്രതികരണവുമായി രംഗത്തു വന്നു. ഇതുകൊണ്ട് കൊടുക്കുന്നത് ഒരു പെൺകൊച്ചിനെ കൊന്ന് കൊല വിളിച്ചവനെ വെറുതെ വിട്ട് കോടതി ഇതാണോ ചെയ്യുന്നത്? ആ ജഡ്ജ് ഒരു പെണ്ണല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്? ചാനലുകാരൊക്കെ വന്നേക്കുന്നു സംഭവിച്ചതല്ലേ പറഞ്ഞേ? എന്നത്തെ ചാനൽ നിങ്ങൾ എടുക്കുന്നത്? എന്തിനാ നിങ്ങൾ എടുക്കുന്നത്? ചാനലുകാർ അതേസമയം കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളാണെന്നാണ് വാദം. ഇത് നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും നീലഗിരി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. എന്തൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ട് വന്നത്? അനുകൂലമായ എല്ലാ ഇതുവരെ ഫിക്സ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കും അനുകൂലമാവില്ല സുഹൃത്തെ. പോലീസ് ഇപ്പോൾ മുഴുവൻ തെളിവുകളും കൃത്യമായിട്ട് ഉണ്ടാക്കിയാണ് പറയുന്നത്. തീർച്ചയായും 100%. എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? എന്ത് തെളിവാണ് പോലീസിൻ്റെ ഉള്ളത്? അവൻ ഡിവൈഎഫ്ഐ നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ പറ്റുകയാലും ഞങ്ങൾ മുന്നോട്ട് പോകും. അത് തീർച്ചയായും ഞങ്ങൾ അവസാനം ഈ കോടതിയിൽ വാദം പറഞ്ഞു വെച്ചത് തന്നെ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്. CPM കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ കുഞ്ഞിരാമൻ അന്തരിച്ചു. 2006 മുതൽ 2016 വരെ തൃക്കരിപ്പൂർ MLA ആയിരുന്നു അദ്ദേഹം. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ചികിത്സയിലായിരുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതിയെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു. ഉപദേശക സമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ 7 അംഗങ്ങളെ ദേവസ്വം ബോർഡ് പുറത്താക്കി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറിയിലാണ് നടപടി. ഉപദേശക സമിതിയിലെ 5 പേർ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അഴിമതി ആരോപിച്ചു നേരത്തെ രാജിവെച്ചിരുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. തൃശൂരിൽ ഗ്രില്ലിനുള്ളിൽ തല കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന. ഇരിങ്ങാലക്കുടയിലെ KVM ആർക്കേഡ് എന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിലായിരുന്നു 3 വയസ്സുകാരിയുടെ തല കുടുങ്ങിയത്. നടവരമ്പ് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകൻ ബുദ്ധദേവ് കൃഷ്ണ എന്ന കുട്ടിയുടെ തല ഗ്രില്ലിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഗ്രില്ല് അറുത്തുമാറ്റിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കൊച്ചി സിറ്റി പോലീസിന് പെട്രോളിംഗിനായി ഇലക്ട്രിക് ഹൊറർ. മറൈൻ ഡ്രൈവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ ഫോഹർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതുവർഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ പരിശോധനകളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. രണ്ട് ചെറിയ വീലുകളും ഹാൻഡിലും നിൽക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമും അടങ്ങിയതാണ് ഹോവറുകൾ. ബീക്കൺ ലൈറ്റും LED ഹെഡ്ലൈറ്റുമുണ്ട്. 20 കിലോമീറ്റർ വേഗതയിലും 120 കിലോ ഭാരം വഹിച്ചുകൊണ്ടും സഞ്ചരിക്കാം. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പോലീസ് സഹായം ലഭിക്കുന്നതിനും തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പിക്കുന്നതിനുമാണ് ഹോവർ പെട്രോളിംഗ് നടപ്പാക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ ഹോവർ പെട്രോളിംഗ് നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ വരും ദിനങ്ങളിൽ ദർശിക്കാൻ കഴിയും. കൂടുതൽ സുരക്ഷാബോധം പൊതുജനങ്ങൾക്ക് നൽകുക
പോലീസിന്റെ സാന്നിധ്യം പൊതുയിടങ്ങളിൽ കൂടുതലായിട്ട് ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഹോവർ പെട്രോളിംഗ് നമ്മൾ ആരംഭിച്ചത്. മറൈൻ ഡ്രൈവ് മഴവിൽ പാലം മുതൽ അബ്ദുൽ കലാം മാർഗ് വരെയാണ് പെട്രോളിംഗ്. മറൈൻ ഡ്രൈവിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും 3 ഷിഫ്റ്റുകളിലായി ഹോവറുകളിൽ പോലീസ് എത്തും. നഗരത്തിലെ കൂടുതൽ വാക്ക്വേകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 കൊച്ചി. നേന്ത്രക്കായ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർ ദുരിതത്തിൽ. കർഷകർക്ക് പരമാവധി 23 രൂപയാണ് ഇപ്പോൾ നേന്ത്രക്കായ കിലോയ്ക്ക് ലഭിക്കുന്നത്. അതേസമയം വറുത്തുപ്പേരിക്കാട്ടെ തോന്നിയ വിലയാണ്. ശബരിമല സീസൺ ആയതോടെ വറുത്തുപ്പേരി വില വീണ്ടും വർദ്ധിച്ചു. ഞങ്ങൾക്ക് ഒരു വാഴയ്ക്ക് ഏകദേശം 150 രൂപ ആവറേജ് വരുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ 3 പോലും കിട്ടുന്നില്ല. 22-23 രൂപയാണ് ഇന്നത്തെ വില. 40-ഉം 50-നും ഞങ്ങൾ ഫസ്റ്റ് ഓണ ടൈമിന് വിറ്റതാണ്. അപ്പോൾ അത് നേരെ മറിച്ചിട്ട് 22-23 വിലയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വരുന്നത്. അതുകൊണ്ട് വാഴക്കൊലയൊന്നും വെട്ടാതെ മൃഗങ്ങൾ കുരങ്ങും അതും ഇതൊക്കെ വലിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീരാ നഷ്ടമാണ് ഇപ്പോൾ കർഷകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുലയ്ക്കാറാവുന്ന ഒരു വാഴയ്ക്ക് 120 മുതൽ 140 രൂപ വരെ കർഷകർക്ക് ചിലവ് വരുന്നുണ്ട്. നേന്ത്രക്കായ കിലോയ്ക്ക് 60 രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് മെച്ചമുള്ളൂ. എന്നാൽ നല്ല കായയ്ക്ക് പരമാവധി ഇപ്പോൾ പാലക്കാട് ലഭിക്കുന്ന വിലയാകട്ടെ 23 രൂപയും. ഉൽപാദനം വർദ്ധിച്ചതും തമിഴ്നാട്ടിൽ നിന്ന് നേന്ത്രക്കായ എത്തുന്നതുമാണ് ഇവിടുത്തെ കർഷകർക്ക് തിരിച്ചടി. ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കർഷകർ. രാസവളത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഒരു ചാക്ക് പൊട്ടാഷ് വേണമെങ്കിൽ 1700 രൂപ വിലയാണ്. ഒരു വാഴയ്ക്ക് 150 രൂപയോളം മുടക്ക് വരും. ഒരു വളത്തിനൊക്കെ ഈ വിലയായ കാരണം നമ്മൾ ഇട്ടിട്ട് ഇത് മുതലാകുന്നില്ല, ആൾക്കാർക്ക് വെട്ടാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കാട്ടാന ശല്യം കൂടുതലാണ്. രാത്രിയും പകലും കാവലും വേണം. ഇതൊക്കെ കഴിഞ്ഞ് കൊടുക്കാൻ ചെല്ലുമ്പോൾ വിലയില്ല. അപ്പോൾ അങ്ങാടിയിൽ കൊണ്ടുപോയാലും ഈ സാധനത്തിന് തള്ളലാണ്, ഇപ്പോൾ ആർക്കും വേണ്ട. അതുകൊണ്ട് പകുതി വെട്ടാതെ കിടക്കുകയാണ്, കുറച്ചൊക്കെ ഒടിഞ്ഞു വീണ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സർക്കാർ ഇടപെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥിര വില ഏർപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അതേസമയം വറുത്ത ഉപ്പേരിക്ക് വില വീണ്ടും വർദ്ധിച്ചു. കായ വറുത്തതിന് 130 രൂപ മുതൽ 280 രൂപ വരെ വില ഈടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത് 140-130 ഇപ്പോൾ റേറ്റ് വെളിയിലൊക്കെ വിലയുണ്ട് 250 രൂപയ്ക്കുണ്ട്. ഇവിടെ ആ വിലയ്ക്ക് പോവുള്ളൂ. 3.5 കിലോ നേന്ത്രക്കായയിൽ നിന്ന് 1 കിലോ വറുത്തുപ്പേരി ഉണ്ടാക്കാനാവും. പരമാവധി ചിലവ് വരിക 85 രൂപ. ശബരിമല സീസൺ ആയതോടെയാണ് വറുത്തുപ്പേരിക്ക് കിലോയ്ക്ക് 280 രൂപ വരെ വില വർദ്ധിച്ചത്. 3-ാം തരം കായ കൊണ്ടുണ്ടാക്കുന്ന വറുത്തുപ്പേരിക്കാണ് കിലോയ്ക്ക് 130 രൂപ വിലയുള്ളത്. കോരന് കഞ്ഞി കുമ്പിൾ തന്നെ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കർഷകൻ്റെ അവസ്ഥ. ഉൽപാദന നഷ്ടം കൊണ്ട് കർഷകൻ കുത്തുപാളെടുക്കുമ്പോഴും അതുകൊണ്ട് വാഴക്കായകൾ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളുടെ വില ഇപ്പോഴും മേലെ തന്നെയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വിലയിൽ വീണ്ടും ഇടിവ്. 70 രൂപയാണ് മൊത്ത വ്യാപാര വില. ശബരിമല സീസണും ക്രിസ്മസ് നോമ്പും ആയതോടെ ആവശ്യക്കാർ കുറഞ്ഞതാണ് വിലയിടിയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 70 രൂപയാണ് മൊത്ത വ്യാപാര വില. ഇത് ഉപഭോക്താക്കളുടെ കയ്യിലെത്തുമ്പോൾ 85 മുതൽ 90 രൂപ വരെ ആകും. കിലോയ്ക്ക് 122 രൂപ വരെ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് വില താഴേക്ക് വന്നത്. വിവാഹ സീസൺ ചൂടുപിടിക്കാത്തതും വിലയിടിവിന് കാരണമായി. തീറ്റയ്ക്കും കോഴിക്കുഞ്ഞിനും വില കൂടിയതിനാൽ ആഭ്യന്തര ഫാമുകൾ കോഴി വളർത്തലിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കർണാടകയിലെ വലിയ ഫാമുകൾ പൂട്ടിയതിനാൽ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി കാര്യമായി എത്തുന്നത്. തമിഴ്നാട്ടിൽ ഉൽപാദനം കൂടിയിട്ടുണ്ടെന്ന് ഇറച്ചിക്കോഴി വ്യാപാരികൾ പറയുന്നു. ഒക്ടോബറിൽ 100-ന് മുകളിലായിരുന്ന വില നവംബർ പകുതിയോടെയാണ് താഴ്ന്നു തുടങ്ങിയത്. ഡിസംബർ ആദ്യം 82 രൂപ വരെയായി വിലയിടിഞ്ഞിരുന്നു. സ്റ്റോക്ക് കുറഞ്ഞു തുടങ്ങിയതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 കാസർഗോഡ്. കടുവ ഭീതി തുടരുന്ന വയനാട് വാഘേരിയിലെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ. കടുവയെ ഭയന്ന് കാപ്പിത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ കിട്ടാനില്ലെന്നാണ് കർഷകരുടെ പരിഭവം. വിളവെടുക്കാൻ പാകമായ കാപ്പി പറിക്കാൻ തൊഴിലാളികളെ കിട്ടാത്തത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ക്ഷീര കർഷകർക്ക് പുറമെ വാഘേരിയിലെ കാപ്പി കർഷകരുടെ ജീവിതവും കടുവാ ഭീഷണി മൂലം പ്രതിസന്ധിയിലാണ്. കാപ്പി പഴുത്തു വീഴുന്ന അവസ്ഥയിലും പറമ്പിൽ പണിക്കിറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് കർഷകർ. പ്രധാന വരുമാന മാർഗമായ കാപ്പി കൃഷി ചെയ്യുന്ന 100 കണക്കിന് കർഷകരാണ് ഈ പ്രദേശത്തുള്ളത്. കാപ്പി പറിക്കാൻ തൊഴിലാളികളെ ലഭിക്കാത്തത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പി നശിക്കുകയാണ്. ഞങ്ങളുടെ ഒരു വരുമാന മാർഗമുള്ളത് ഞങ്ങൾക്ക് കാപ്പിയേ ഉള്ളൂ. അത് പറിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇനി ആരും വിളിച്ചാലും വരില്ല. ഞങ്ങൾക്ക് താഴെ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പേടിയാണ്.
മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ജീവനും കൊണ്ട് ഇവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ വന്ന് വീട്ടിൽ കയറിയാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഇപ്പം ഒരു ജനങ്ങളെ പോലും ഇങ്ങോട്ട് കിട്ടാത്ത ഒരു പണിയെടുക്കാൻ പറ്റുക, ഈ കാപ്പി പറിക്കാനോ അല്ലെങ്കിൽ ഒരു കവുങ്ങിന്റെ തോട്ടിൽ കവുങ്ങ് അടയ്ക്ക പറിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആരും വരാത്ത ഒരു സാഹചര്യമാണ് ഈ മൂടക്കൊല്ലി കൂടല്ലൂർ വാകേരി പ്രദേശത്തുള്ളത്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണുള്ളൂ. കർഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായ ഒരു സഹായം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേട്ടയാടുന്ന കടുവയെ ഭയന്ന് കർഷകർക്ക് പോലും തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. വർദ്ധിച്ചുവരുന്ന വന്യജീവി സംഘർഷം ചെറുകിട കാപ്പി കർഷകർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. മലയോര ജില്ലയായ വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കും. ആദ്യഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. പദ്ധതിക്കായി ഭൂമി നഷ്ടമാകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുന്നതിനും ധാരണയായി. താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. 2020 പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആനക്കാപ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് യാഥാർത്ഥ്യമാവുന്നത്. സർക്കാർ ഏജൻസിയായ കിറ്റ്കോ നടത്തിയ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരുമായി വയനാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങൾ ചർച്ച നടത്തി. വിശദമായ ചർച്ചകൾക്കൊടുവിൽ പ്രാരംഭഘട്ടത്തിൽ എതിർത്തവരും പദ്ധതി പിന്തുണയ്ക്കുന്നു. സാധാരണക്കാരായ ആളുകളെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടുമോ, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുകയില്ലയോ, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താണ് എന്നുള്ള ആശങ്കയാണ് പലപ്പോഴും പ്രതിഷേധത്തിന് കാരണം. കൃത്യമായിട്ട് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. അതൊരു സർക്കാരിന്റെ നയമായിരിക്കണം. ആ തരത്തിൽ നമ്മൾ തുരങ്കപാത വിഭാവന ആദ്യം ചെയ്യേണ്ടത് ആ തുരങ്കപാതയെ പ്രതികൂലമായി അല്ലെങ്കിൽ അതിന് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നത് മാത്രമേ ഈ തുരങ്കപാത മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഒരു വിഭാഗം ആളുകളെ ബലി കൊടുത്തുകൊണ്ടല്ല തുരങ്കപാത വരേണ്ടത്. ആകെ 7.5 കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം 17 ഹെക്ടർ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കണമെന്നും റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി വയനാട് ജില്ലയിലാണ് ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. കിഫ്ബിയിൽ നിന്നുള്ള 658 കോടി രൂപ ചെലവഴിച്ച് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. അടുത്ത വർഷം മാർച്ചിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെയാണ് പ്രതികളെ ഹാജരാക്കിയത്. വയനാട് പുൽപ്പള്ളിയിൽ കർഷകന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കല്ലുവയൽ നെല്ലിക്കുന്നുമേൽ ഷാജിയുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചെതലയം ശാഖയിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം തടഞ്ഞത്. തുടർന്ന് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. വായ്പാ കുടിശ്ശികയുടെ പേരിലുള്ള ജപ്തി തടയുന്നതിന് കർഷക സംഘം നേതാക്കളും പ്രവർത്തകരും ഇന്നലെ രാവിലെ ഷാജിയുടെ വീടിന് മുന്നിൽ സംഘടിച്ചിരുന്നു. ഉച്ചയോടെയാണ് കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനും ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസ് അകമ്പടിയിൽ കല്ലുവയലിൽ എത്തിയത്. ഇവരെയാണ് വീടിന് മുന്നിൽ കർഷക സംഘം നേതാക്കൾ തടഞ്ഞത്. ഇന്ന് ഈ ഡിസംബർ 13 വരെ ഇത് നീട്ടാമെങ്കിൽ വെറും 4 മാസം നിങ്ങൾക്ക് നീട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ന്യായത. കാരണം ഇടയ്ക്ക് അയാൾ കുറച്ച് പൈസ കൊണ്ടു അടച്ചപ്പോൾ നിങ്ങൾക്ക് അത് മതി. ജനവിരുദ്ധമാണെങ്കിൽ പാലിക്കൂല. കോടതി ഓർഡർ എടുത്ത് അതിനനുസരിച്ചല്ല കോടതി ഉത്തരവ്. 1.5 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. പോലീസ് സന്നാഹം കുറവായതിനാൽ പ്രവർത്തകരെ മുഴുവൻ ഒഴിപ്പിച്ച് ജപ്തി നടത്താൻ സാഹചര്യമുണ്ടായിരുന്നില്ല. താൻ കൃത്യമായും പലിശ അടയ്ക്കാറുണ്ടെന്നും ബാക്കിയുള്ള തുക അടയ്ക്കാൻ സാവകാശം ചോദിച്ചപ്പോൾ ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നുമാണ് നെല്ലിക്കുന്നേൽ ഷാജി പറയുന്നത്. മാർച്ച് 28 വരെ സമയം നമ്മൾ ഡ്യൂ തീർക്കാൻ ചോദിച്ചത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ബുദ്ധിമുട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ഈ 6 ലക്ഷം രൂപ അടിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ജപ്തിയും കാര്യങ്ങളും ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് മാർച്ച് 28 വരെ സമയം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യയല്ലാതെ വേറൊരു വഴി ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. കുടിശ്ശിക മാർച്ച് 28 മുമ്പ് അടച്ചു തീർക്കുമെന്ന് കർഷക സംഘം നേതാക്കളും പറഞ്ഞെങ്കിലും അംഗീകരിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇതോടെ ജപ്തി അനുവദിക്കില്ലെന്ന നിലപാടിൽ കർഷക സംഘവും ഉറച്ചുനിന്നു. ഒടുവിൽ SICR മനോജിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ന്യൂസ് 18 വയനാട്.
കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കപ്പറമ്പ് കണ്ടാമ്പറമ്പ് പാടത്ത് 12 ഏക്കറിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നെൽകൃഷി ഇറക്കി. ചെറുവാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെയും ചുള്ളിക്കാമ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ കാർഷിക ക്ലബ്ബുകളും പാടശേഖര സമിതി അംഗങ്ങളും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി നെൽകൃഷിയിൽ പങ്കാളികളായി. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജഡ്ജി ഒരു പെണ്ണല്ലേ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചാനലുകാരൊക്കെ വന്നേക്കുന്നു. സംഭവിച്ചല്ലേ പറഞ്ഞേ, എന്നാ ചാനൽ നീ എടുക്കുന്നത്, എന്തിനാ നിങ്ങൾ എടുക്കുന്നത്? ചാനൽ ഇത് കൊണ്ട് കൊടുക്കുന്നത്. ഒരു പെൺകൊച്ചിനെ കൊന്ന് TG സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്,